സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. അത് റണ്ണിങ്ങിൽ എങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ബിഗിനർ റണ്ണിങ് മിസ്റ്റേക്സ് പാർട്ട് 2. വളരെ റീസെൻ്റ് ആയിട്ട് റണ്ണിങ് ജേണി തുടങ്ങിയ ഒരാളാണ് നിങ്ങളെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ സ്ട്രാവ യൂസ് ചെയ്യുന്നുണ്ടാവും, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ടാവും, പല ഫിറ്റ്നസ് ട്രാക്കേഴ്സും വാച്ചസും ആപ്സും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പ്രശ്നം എന്ന് പറയാൻ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് റണ്ണ് മുതൽ മാക്സിമം എഫേർട്ടിൽ മാക്സിമം സ്പീഡിൽ ഓടാൻ ശ്രമിക്കുകയും പല ഇഞ്ചുറീസുകൾ വരുത്തി വയ്ക്കുകയും ചെയ്യും. കുറച്ച് എക്സാമ്പിൾ പറയാനാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ഓട്ടത്തിന് ശേഷം നിങ്ങൾക്ക് മുട്ടിൻ്റെ താഴെയുള്ള ഷിൻ ബോണിൽ വേദന ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ആംഗിളിൽ വേദന ഫീൽ ചെയ്യാം. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി അഡാപ്റ്റ് ആവുന്നതിന് മുന്നേ നിങ്ങൾ ഒരുപാട് സ്പീഡിൽ ഓടാൻ നോക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ടാണ് ആദ്യമേ സ്പീഡിൽ ഒബ്സസ്ഡ് ആവാതിരിക്കുക. കഴിയുന്നതും വളരെ ഈസി ആയിട്ട് ഓടാൻ നോക്കുക. ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്പീഡിനേക്കാളും. ഒരു 5 കിലോമീറ്റർ നിങ്ങൾക്ക് 25 മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം എന്നുള്ള ടാർഗറ്റൊക്കെ മാറ്റി വയ്ക്കുക. 40 മിനിറ്റ് എങ്ങനെ ഈസിയായി ഓടാം, എങ്ങനെ ബോഡിക്ക് കംഫർട്ടബിളായിട്ട് നമുക്ക് ഓടാം, നമ്മളെ കൊണ്ട് പറ്റുന്ന പേസിൽ എങ്ങനെ ഓടാം എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റണ്ണിങ് തുടങ്ങിയ സമയത്ത് ഞാനും സ്പീഡിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു. ഒബ്സസ്ഡ് ആയതുകൊണ്ട് എനിക്ക് പ്രോഗ്രസ് ആദ്യമൊക്കെ വളരെ കുറവായിരുന്നു. കാരണം ആദ്യം കുറച്ച് ഓടി കഴിയുമ്പോൾ കുതിരയൊക്കെ കിതയ്ക്കുന്നത് പോലെ ഞാൻ കിതയ്ക്കുമായിരുന്നു. എന്നെക്കൊണ്ടൊരു 100 മീറ്റർ ഓടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു 2 മിനിറ്റ് നടക്കാതെ ഓടാനേ പറ്റത്തില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ ആ അനുഭവത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ പറയുന്നതാണ്, നിങ്ങൾ ആദ്യം സ്പീഡിന് ഫോക്കസേ കൊടുക്കാതിരിക്കുക. ബോഡിയെ കംഫർട്ടബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ ഈസി ആയിരിക്കും. നിങ്ങൾ ഫുൾ എഫേർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്കവറിക്ക് അത്രയും കൂടുതൽ സമയം എടുക്കും. അപ്പോൾ എപ്പോഴും ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് ആയിട്ട് മാത്രം ഓടുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവരോട് പറയണം,